തിരൂർ പോയിട്ട് നമ്മളവിടെ റൂം എടുത്ത് നിന്ന് 2 ദിവസം റൂം എടുത്ത് 2 റൂം എടുത്ത് ഒരു റൂമിൽ ഞാനും ഒരു റൂമിൽ അവർ രണ്ടുപേരും ഓക്കെ. പോലീസ് ഇത് വ്യക്തമായിട്ട് അന്വേഷിക്കണം. ഈ ചെക്കൻ പറയുന്നുണ്ട് സഭയിലല്ല ഒരുമിച്ചാണ് തിരൂര് 2 ദിവസം നിന്നത്. നാജി പ്ലക്കാൻ പോകുമ്പോഴത്തേക്കും നിൽക്കാൻ പഠിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. മനസ്സിലായോ? എല്ലാവരും കണക്കാണ്. പക്ഷെ എന്നാലും ഞാൻ പറയാം, ഒരു ചെറിയ കുട്ടിയില്ലേ, ആ കുട്ടീനെ നോക്കി നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോൻ്റെ വിഷയം ഫസ്മിന സാക്കിറാണ്. ഫസ്മിന സാക്കിർ ഏകദേശം 1 മണിക്കൂർ മുന്നേ അതിൻ്റെ ചാനലിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വിഷയം ഒരുവിധം എല്ലാവരും അറിഞ്ഞു എന്ന് വിചാരിക്കുന്നുണ്ട്. മിക്കവാറും ഈ ഒരു വിഷയം എൻ്റെ വീഡിയോ കാണാൻ വരുന്നത് തന്നെ ഫസ്മിനയുടെ വീഡിയോസ് കണ്ട് ഈ ഒരു വിഷയം എന്താണെന്ന് അറിഞ്ഞവരായിരിക്കണം. അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ വളരെ ക്വിക്കായിട്ട് ഞാൻ ജസ്റ്റിലൊക്കെ പറഞ്ഞു പോവാം. ഫസ്മിന ഏകദേശം 1 മണിക്കൂർ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഫസ്മിനയുടെ ഈ സീരീസ് നടന്ന സമയത്ത് ഫസ്മിന കംപ്ലീറ്റ് പറയുന്നത് തെളിവുകൾ കൊണ്ടുവരും. പക്ഷേ ഞാൻ ഈ വീഡിയോ ഇത്രയും കാണുന്ന സമയത്ത് വളരെ പക്കയായിട്ട് ഫസ്മിന എന്താണോ സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അതിൻ്റെ തെളിവുകൾ അങ്ങനെ ഒരു വളരെ കൃത്യമായിട്ട് കൊണ്ടുവന്നത് പോലെ തോന്നിയിരുന്നില്ല. കൊണ്ടുവരും എന്ന് പറയുകയല്ലാതെ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ കഴിഞ്ഞ 1 മണിക്കൂർ മുന്നേ ഫസ്മിന ഇട്ടിട്ടുള്ള വീഡിയോയിൽ ഏകദേശം 43 മിനിറ്റിൻ്റെ വീഡിയോ ആണ്, 44 മിനിറ്റിൻ്റെ വീഡിയോ ആണ്. ഏകദേശം അവസാന ഭാഗത്തേക്ക് വളരെ കൃത്യമായിട്ടുള്ള ചില കാര്യങ്ങൾ ഫസ്മിന എടുത്ത് ആ വീഡിയോയിൽ പറയുന്നുണ്ട്. ഞാൻ ഇവരുടെ വിഷയത്തിൽ വീഡിയോസ് ചെയ്തിരുന്നില്ല. ചെയ്യാതിരിക്കാൻ കാരണം എന്താ വെച്ചാൽ എന്തൊക്കെയോ അവനവൻ്റെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞ് ഒരു ആവശ്യമില്ലാതെ, അതായത് അവനെ ഒഴിവാക്കി പോയിട്ടുള്ള ആ ഒരു പയ്യൻ്റെ പിന്നാലെ പിന്നെയും നടക്കുന്ന ഒരു സ്ത്രീ, എന്തിനാ അതിൻ്റെ ആവശ്യം, അവന് വേണ്ടെങ്കിൽ വിട്ടുപോയി ഒഴിവാക്കിക്കൂടെ, ഇങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചു. എന്തിനാ അങ്ങനത്തെ ഒരുത്തൻ? ഇതന്നെയാണ് കമൻറ്റ് ബോക്സിൽ പലരും പറയുന്നത്. നമ്മളെ വേണ്ടാത്തവർ നമുക്ക് വേണ്ട, നമ്മളോട് ഉടായ്പ് കാണിക്കുന്ന ആൾക്കാർ നമുക്ക് എന്തിനാ എന്നുള്ള രീതിയിൽ ആൾക്കാർ പറഞ്ഞ പോലെ ഞാനും അങ്ങനെ ചിന്തിച്ചിരുന്നു, അങ്ങനെ ഒഴിവാക്കിയത്. പക്ഷേ ഇതെന്ത് സംഭവിച്ചു വെച്ചാൽ ഇവരുടെ വീഡിയോ ലാസ്റ്റ് കണ്ടപ്പോൾ ഫസ്മിൻ ലാസ്റ്റ് കരയുന്ന ഒരു സംഭവം, ഫസ്മിൻ ലാസ്റ്റ് ഒരു അവസാന അതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ടാണ് അത് കണ്ട സമയത്ത്, അല്ലെങ്കിൽ അതിന് മുന്നേ തെളിവുകൾ ഇത്രയും ദിവസം ആൾക്കാർ ചോദിച്ചിരുന്നു, ഇതുവരെ തെളിവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകായിരുന്നു. അങ്ങനെ ആ ഒരു തെളിവ് പോലെ കുറച്ച് കാര്യങ്ങൾ ഫസ്മിനെ പുറത്ത് വിട്ടിട്ട കാര്യം കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യാന്ന് വിചാരിച്ചത്. കാരണം ഏറ്റവും വലിയൊരു ഈ ഫസ്മിനെയും അവൻ്റെ ഭർത്താവ് ഷിബിലി പറഞ്ഞ ചെക്കനും തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതിലേക്കാണ് ഈ സഫ ആൻഡ് മെഹനാസ് ഈ ടീം കയറി വരുന്നതും. പിന്നെ അവിടെ മെഹനാസ് അടിച്ചു എന്നൊക്കെ പറഞ്ഞ് മെഹനാസും ഫസ്മിനിയും തമ്മിൽ കണക്റ്റഡ് ആയിട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചത്, ഈശ്വര എത്ര അധികം ആൾക്കാർ ലോകത്തുണ്ടായിട്ടും വിറ്റുകൾ തമ്മിലാണോ കണക്ഷൻ വരുന്നത് എന്നൊക്കെ ചിന്തിച്ചിരുന്നു. നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. എന്തായാലും ഫസ്മിൻ എത്രയും കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ലല്ലു എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചങ്ങായിക്ക് ഈ മെഹനാസിൻ്റെ 2ാം ഭാര്യയായിട്ടുള്ള സഫയുമായി അവിഹിതം ഉണ്ട്. മാറ്റ കേസാണ്. അവിഹിതമുണ്ട് എന്നുള്ളത് സോഷ്യൽ മീഡിയയിലൂടെ തെളിയിക്കുന്ന രീതിയിൽ. അപ്പോൾ പലരും ചിന്തിച്ചത് എന്തിനാ അതിൻ്റെ ആവശ്യം, എന്തെങ്കിലും ആയിക്കോട്ടെ എന്നൊന്നും വിചാരിക്കല്ലേ. പക്ഷേ ഇന്ന് ഈ ഫസ്മിനയുടെ വീഡിയോയുടെ ലാസ്റ്റ് പോർഷൻ കണ്ട സമയത്ത് അതിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഒരു ന്യൂസ് ചാനൽ, ഒന്ന് മാത്രമേ ഞാൻ കണ്ടുള്ളൂ, ബിഗ് TV എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസ് ചാനലിൽ സുജയ പാർവതി വലിയ ന്യൂസൊക്കെ അവതരിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ കൂടി ഈ ഫസ്മിനെയും മെഹനാസിനെതിരെയും നോൺ ബെയിലബിൾ വാറണ്ട് കേസ് എടുത്തിട്ടുണ്ട് പോലീസ് എന്നും പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ന്യൂസ് കണ്ടു. അതായത് ഈ വിഷയത്തിൽ കുറേ ആൾക്കാരുണ്ട്, ചിലപ്പോൾ ഒറ്റയടിക്ക് ഇതൊന്നും അറിയാത്തവർക്ക് മനസ്സിലായില്ല എന്ന് പറയും. ഞാൻ അങ്ങനെ സ്ലോലി പറഞ്ഞ് മനസ്സിലാക്കി തരാം. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇവരുടെ ഇടയിൽ ഇവരുടെ ഊബർ നല്ലൊരു വണ്ടി ഉണ്ട്, അത് സഫയുടെ വണ്ടിയാണ്. സഫ ഊബർ ഓടിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ഒരു പയ്യനുണ്ട്. പിന്നെ ഇത് പെട്ടെന്ന് കേട്ടാൽ മനസ്സിലാവില്ല കേട്ടത്. മനസ്സിലാക്കിയിട്ട് ഒരു തേങ്ങയും കിട്ടിയിട്ടല്ല, അത് വലിയ പരീക്ഷയ്ക്ക് എഴുതി പാസ്സാവാനൊന്നും ഉള്ള സാധനം അല്ലാതെ. എന്നാലും ഇങ്ങനെ എക്സ്ട്രാ എൻ്റർടൈൻമെൻറ്റ് പർപ്പസിനായിരിക്കണം എല്ലാവരും കാണുന്നത്. അല്ലാതെ അത് പഠിച്ചിട്ട് വലിയ എക്സാം എഴുതിയിട്ട് കോപ്പിലെത്താനൊന്നുമില്ല. പക്ഷെ എന്നാലും ഞാൻ പറയുമ്പോൾ അങ്ങനെ കേട്ട് പോയിക്കോളും. അപ്പോൾ ഇതിൽ ഇടയ്ക്കൊരു പയ്യുണ്ട്, നാജി എന്നൊറ്റ പേരായിട്ട്. ഇവനെ കോഴിക്കോട്ടുകാരൻ, ഇവനെ ഈ ഫസ്മിനെയും ബാക്കി ഗുണ്ടകളും യൂട്യൂബറും ഗുണ്ടകളും തമ്മിൽ അടിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ മറ്റേ ബിഗ് TVയിൽ ഒരു ന്യൂസ് വരികയാണ്. സുജയ പാർവതി ഭയങ്കര സംഭവമാക്കിയിട്ട് എന്തൊക്കെയാണ് ഈ കേരളത്തിൽ നടക്കുന്നത്, എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ടാണ് വന്നിരുന്നത്. അപ്പോൾ സംഭവം ഭയങ്കര കോമഡി. കാരണം നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ അറിയണവർക്ക് ബിഗ് TV എന്ന് പറയുന്ന പേരിൽ മാത്രമേ ബിഗ് ഉള്ളൂ, ബാക്കി കംപ്ലീറ്റ് ഊടായിപ്പാണെന്നുള്ള കാര്യം ഒരു ഇതൊക്കെ നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ. ഊച്ചാളി ചാനലാണത്. സത്യം പറഞ്ഞാൽ ഏറ്റവും ലോക്കൽ ചാനലായിട്ട് എനിക്ക് തോന്നുന്നു 2ാം കട മറ്റേ ചാനലുകളുടെയും കൂടി താഴെയാണ് അവർ നിൽക്കുന്നത് എന്നുള്ള ഒരു വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ ഈ ന്യൂസ് കൊടുത്ത സമയത്ത് ഇവക്കെതിരെ കേസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് സംഗതി വന്നിരുന്നല്ലോ.
ഇന്ന് ആ ഒരു വിഷയത്തിൽ ബിഗ് ടി വിയുടെ വലിയൊരു കാര്യത്തിൽ അവർ ചെയ്യുന്ന കാര്യം കറക്റ്റല്ല എന്ന് പറഞ്ഞിട്ട് വലിയൊരു സംഭവം ഇന്ന് ഫസ്മീന പുറത്തു വിട്ടിട്ടുണ്ട്. പ്ലസ് അതിൻ്റെ കൂടെ ഈ കൂട്ടത്തിലുള്ള നാജി എന്ന് പറഞ്ഞ ചെക്കനെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വന്നിരുന്നു, ഇവനെ പിടിച്ചു നിർത്തി ചോദ്യം ചെയ്യുന്നുണ്ട്, ഇവരെ അടിച്ചു കൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇവനോട് ചോദിച്ച ചോദ്യങ്ങളിൽ ഇവൻ വളരെ കൃത്യമായിട്ട് സമ്മതിക്കുകയാണ്. എന്ത് സഫയും ഈ എന്ത് മോശമല്ലേ സഫ എന്ന് പറഞ്ഞിട്ടുള്ള മെഹനാസിൻ്റെ ഒരു ചെറിയ കുട്ടിയുണ്ട് ആ പെണ്ണിന്. ആ പെണ്ണും ഈ മെഹനാസിനായിട്ടല്ലാതെ ആ പെണ്ണ് ഈ ലല്ലു എന്ന് പറഞ്ഞവനായിട്ട് പിന്നെ വേറെ ബന്ധമാണ്, അവരെങ്കിലും ഒരുമിച്ച് എന്തൊക്കെ പറയുന്നുണ്ട്. എന്തായാലും വീഡിയോ കംപ്ലീറ്റ് ഞാൻ പ്ലേ ചെയ്യാം, അത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഇതൊക്കെ ആവുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഒരു സംഭവം ഞാൻ പറഞ്ഞിട്ടെ. ഫസ്മീന, ലല്ലു, സഫ, മെഹനാസ് സഫ, ലല്ലു, ഈ ഒരു സാധനം നടക്കുന്നതിൻ്റെ ഇടയിൽ കൂടി പെട്ടെന്ന് നോക്കുന്ന സമയത്ത് സഫ ദാ വേറൊരു സ്ഥലത്ത്, അപ്പോൾ അതാ വേറൊരു യൂണിവേഴ്സ് ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ലേ, രേണു സുധി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു രേണു വേഴ്സ് ഉണ്ടല്ലോ. രേണു, പ്രതീഷ്, ദാസേട്ടൻ കോഴിക്കോട്, പിന്നെ വേറൊരുത്തൻ, അതിലേക്ക് ഇതാ വേറൊരു സംഭവം ഞാൻ സ്ക്രീനിൽ കാണിച്ചു കേട്ടോ, നിങ്ങൾ കണ്ടോ. അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കോട്ടെ. അപ്പോൾ നമ്മൾക്ക് ഇന്ന് റീൽ ഷൂട്ടിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഗസ്റ്റ് ആരെന്നറിയും? റെഡി അല്ലേ? സെറ്റല്ലേ? നമസ്കാരം. ഓക്കെ, നമ്മുടെ ക്യാമറമാൻ റെഡി ആയിട്ടുണ്ട്. ആറ്റിറ്റ്യൂഡ് ആണ്ടി നല്ല ഫ്രെയിമാണല്ലോ. സാരി എടുക്കാൻ അറിയില്ല അല്ലേ? സാരി എടുക്കാൻ അറിയാണ്ട് കൈസോ ആളിത് അവിടെ എല്ലാം റെഡിയാക്കി. ഇത് വേറെ ഒരു യൂണിവേഴ്സിൽ ഇവര് എന്തോ റീൽ ഷൂട്ട് അത്ര എന്തൊക്കെയാണ് ഇവർ എനിക്കറിയില്ല. ഒരു ജാതി എന്തെങ്കിലും ആയിക്കോട്ടെ പോട്ടെ. ഞാൻ പറയാം, ഇനി ഇവൻ്റെ എൻട്രിയും കൂടി ഉണ്ട് അറിയാം. ആദ്യം ഈ ഫസ്മീനയും ലല്ലും തമ്മിൽ പോയിരുന്നോർത്ത് മയനാസും സഫിയും വരുന്നുണ്ട്. പിന്നെ ഇവരും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആവുന്നുണ്ട്. എനിക്ക് പെന്നും പേപ്പറും ഒക്കെ വേണമെന്ന് വരച്ച് കാണിക്കാൻ, ബോർഡൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പരീക്ഷയ്ക്ക് വരുന്നത്. പിന്നെ ഇവരും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അതിനിടയ്ക്ക് ഇനി പുതിയൊരുത്തനും കൂടി വരുന്നുണ്ട്. ഇനി ഇവനിതിൽ ഏത് റോളാണ് എന്താണെന്നുള്ളത് ദൈവത്തിനെ അറിയുള്ളൂ. പോട്ടെ, അത് നമ്മൾ പറയുന്നില്ല. എന്തായാലും കമ്മിങ് ബാക്ക് ടു ദി അതർ മെയിൻ ഇഷ്യൂ. ആദ്യം ബിഗ് ടി വിക്കെതിരെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഫസ്മീന പറയുന്നുണ്ട്. കുറച്ച് ക്ലിപ്പ് വീഡിയോ ലെങ്തി ആവാൻ ചാൻസ് ഉണ്ട്. ഇത് വല്ലതും പുതുതായിട്ട് കണ്ടവർക്ക് വല്ലതും മനസ്സിലായോ? നിങ്ങൾ കമൻറ്റ് എഴുതൂ കേട്ടോ. കാരണം ഇത് ഒരു അഴകുഴ കേസാണ്. സംഭവം അടിസ്ഥാനപരമായിട്ട് ഫസ്മീന, ലല്ലു മനസ്സിലാക്കുക, ശ്രദ്ധിച്ച് കേൾക്കുക. ഫസ്മീന, ലല്ലുവും സഫീൻ, എനിക്കെന്നെ കൺഫ്യൂഷനാണ്. ഫസ്മീന, ലല്ലുവും സഫീൻ തമ്മിൽ അവിഹിതമുണ്ട് എന്ന് മെഹനാസ് കണ്ടുപിടിക്കുകയാണ്. ഈ അവൻ്റെ രണ്ടാം ഭാര്യയായിട്ടുള്ള ഈ ആൽബത്തിൽ കണ്ടിട്ടുള്ള സഫ, ഈ സഫയ്ക്ക് ഏതോരുത്തരായിട്ട് അഫയർ ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നു. അത് ലല്ലു ആണെന്ന് മനസ്സിലാക്കുന്നു. ഈ ലല്ലുവിൻ്റെ ഭാര്യയാണ് ഫസ്മീന എന്നുള്ളത് മനസ്സിലാക്കുന്നു. അങ്ങനെ മെഹനാസും ഫസ്മീനയും കൂടി കണക്റ്റഡ് ആവുന്നു. എന്നിട്ട് രണ്ടുപേരും കൂടി ഇവരുടെ അവിഹിതം തെളിയിക്കാൻ വേണ്ടിയിട്ട് ഓടി നടക്കുകയാണ്. പോയെങ്കിൽ പോയിക്കോട്ടെ എന്ന് വിചാരിക്കില്ല, പക്ഷേ അത് ലാസ്റ്റ് ഫസ്മീന പറയുന്ന സമയത്ത് മനസ്സിലാവും. കാരണം ഇവൻ ഇതുവരെ തൊലാക്ക് ചൊല്ലിയിട്ടില്ല ഈ പെൺകുട്ടീനെ, ഈ ഫസ്മീനെ. അതുകൊണ്ടാണ് ഇതിന് വേറെ ഇത് കല്യാണം കഴിക്കാൻ മുട്ടിക്കല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് ചെയ്യാത്തത്, നെക്സ്റ്റ് സ്റ്റേജിലേക്ക് അത് പോകാൻ പറ്റുന്നില്ല ഈ ഒരു മരങ്ങോടൻ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട്. എന്തായാലും ആദ്യം ബിഗ് ടി വിയുടെ ഒരു കാര്യം, ഞാൻ അവിടെയും ഇവിടെയൊക്കെ ഒരു മിനിറ്റ് ഇങ്ങനെ എവിടെയാണെന്ന് നോക്കി വെക്കട്ടെ. 9:50 എന്ന് പറഞ്ഞാൽ 9:50. ഓക്കെ, ബിഗ് ടി വിനെ പറ്റി ബിഗ് ടി വി ഒരു ന്യൂസ് കൊടുത്തല്ലോ, ഇതിന് അറസ്റ്റാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിനെതിരെ ഫസ്മീന ഒരു തെളിവ് കേട്ടോ ബിഗ് ടി വിക്കെതിരെ. കേസിന് FIR ഇട്ട കാര്യം. ഓക്കെ, ഇനി ബിഗ് ടി വിയുടെ ഒരു സംഭവം ഞാൻ കേൾപ്പിച്ചു തരാം, അതുകൂടെ നിങ്ങൾ കേട്ടോ. ഈ ബിഗ് ടി വിയുടെ സ്റ്റുഡിയോ വരുന്നത് ഇപ്പം മാരാടാണ്. മാരാട് ന്യൂക്ലിയസ് മാളിലാണ്. അതിൻ്റെ നേരെ താഴത്ത് നിന്നിട്ടാണ് ആളെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു ചേട്ടൻ റിപ്പോർട്ട് ചെയ്യുന്നത് അതിൻ്റെ നേരെ താഴത്ത് നിന്നിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ വേറെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടില്ലാതെ എനിക്ക് മനസ്സിലായത് ഇങ്ങനെയാണ് കേട്ടോ. വേറൊരാൾ വിളിച്ച് പറഞ്ഞിട്ട് നേരെ താഴത്ത് വന്നിട്ട് അവർ ആ വീഡിയോ എടുത്ത് നേരെ ആഡ് ചെയ്ത്, അല്ലാതെ അവർ ഡീറ്റെയിൽഡ് ആയിട്ട് അന്വേഷിച്ചിട്ടില്ലാത്ത രീതിയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബിഗ് ടി വി എന്ന് പറഞ്ഞ ന്യൂസ് ചാനലിൽ ഒരാളെ കൊണ്ട് റിപ്പോർട്ട് വായിക്കുന്നുണ്ട്. ആ റിപ്പോർട്ട് ആ സ്റ്റുഡിയോയുടെ തൊട്ട് താഴെ നിന്നിട്ട് തന്നെയാണ് ആ വീഡിയോ എടുക്കുന്നത്. അല്ലാണ്ട് സംഭവം നടന്ന സ്ഥലത്തോ. ഇത്രയും ദാരിദ്ര്യം പിടിച്ചൊരു ടി വി ആണോ ബിഗ് ടി വി? ബിഗ് ടി വി എന്നുള്ള പേരിട്ടിട്ട് വേറെ വല്ല സ്മോൾ ടി വി എന്ന് വിളിക്കാൻ വയ്യ. ഇത്രയും ദാരിദ്ര്യം പിടിച്ച ഒരു സ്ഥാപനത്തിൽ നിന്ന് 10 ലക്ഷം വാങ്ങിയിട്ട് ഇതുപോലത്തെ റിപ്പോർട്ടുകളെ
കിട്ടുന്ന റിപ്പോർട്ടേ എന്നാ ന്യൂസ് എന്നാ പിന്നെ അതായത് സുജയ്ക്ക് ന്യൂസ് വായിക്കാൻ സുജയെ ചോദിക്കുക അവൾ കേൾക്കുന്നുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ ഈ ചങ്ങായി നേരെ താഴ്ത്തിക്കണേ. അയ്യേ ഇത്രയും മോശമായിട്ട് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, അത് ഫസ്ബീന അപ്പോൾ ഒരു വീഡിയോയിലൂടെ ആരോ പറഞ്ഞു എന്നിട്ട് പറഞ്ഞതാണ്. അതായത് ഒരു ന്യൂസ് ആൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സൈറ്റിലുണ്ടാവുന്നതിന് പകരം ആ സ്റ്റുഡിയോൻ്റെ തന്നെ നേരെ താഴെ ഇറങ്ങി നിന്നിട്ട് റിപ്പോർട്ട് ചെയ്യുക. എന്നിട്ട് പറയാം ഞാനിപ്പോൾ അവിടെയാണ് സുജയ, അപ്പോൾ സുജയ ചോദിക്കുക കേൾക്കുന്നുണ്ടോ മറ്റേ ചങ്ങായിയുടെ പേരൊക്കെ. അയ്യയ്യയ്യയ്യയ്യയ്യ വല്ലാത്തൊരവസ്ഥ. അപ്പോൾ ഇതൊരു കേസ്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മറ്റേ പയ്യനെ തച്ചു എന്ന് പറഞ്ഞിട്ടൊരു കേസുണ്ടല്ലോ, FIR. അതിന് അവൻ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായത് അടിച്ചിട്ടൊന്നുമില്ല, അവന് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് വേറെ കഥ. പക്ഷെ അടിച്ച ഇത് ഇവരായിട്ട് ഇവർ ആ ഒരു സമയത്ത് അടി കിട്ടിയ പോലെ കള്ളക്കേസ് പോലെയാണ് കണ്ടിട്ട് തോന്നുന്നത്. പക്ഷെ അതിലേറെ സംഭവം എന്താ വെച്ചാൽ ഈ ചെക്കൻ കംപ്ലീറ്റ് തുറന്ന് സമ്മതിക്കുകയാണ്. ഈ നാജി എന്ന് പറയുന്നവൻ കംപ്ലീറ്റ് തുറന്ന് സമ്മതിക്കുകയാണ് സഫയും ഈ ലല്ലുവും ഇവർ തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ളത്. അത് ഒരു ഞെട്ടലായോ? എന്തെങ്കിലും ഞെട്ടേണ്ട ആവശ്യമുണ്ടോ? ഞാൻ ഒന്ന് നീക്കട്ടെ, ഇത് എവിടെയാണ് ഇപ്പോൾ ഇത്. അങ്ങനെ ഒരു നഗ്നമായ വീഡിയോ നാജിയുടെ ഉണ്ടെങ്കിൽ ഞാൻ തെളിയിക്കാം. ഞാൻ പബ്ലിക്കലി വന്നിട്ട് ഞാൻ മാപ്പ് പറയാം. പക്ഷെ ഞാൻ അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടില്ല, എനിക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് നാജി എൻ്റെ ഫ്രണ്ട് കൂടെ ആയിരുന്നു. നാജി തൊടുപുഴ വന്ന ടൈമിൽ, അതായത് ലല്ലുമായിട്ടുള്ള ടൈമിൽ തൊടുപുഴ വന്നപ്പോൾ ഫുഡ് കഴിക്കാൻ പൈസ ഇല്ലെന്ന് പറഞ്ഞിട്ട് ഈ ചെറ്റയ്ക്ക് ഞാൻ പൈസ അയച്ചു കൊടുത്തതിൻ്റെ സ്ക്രീൻഷോട്ട് എവിടെ കൊടുക്കാം. നാജി മുഹമ്മദ് 1000, 500, 300, 100, 600, 500 ഇങ്ങനെ ഇഷ്ടംപോലെ പൈസ ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഇവൻ പറയുന്നത് ഇവനെ ഞാൻ തല്ലിയെന്ന്. എങ്ങനെ ഇരിക്കുന്നു ഇപ്പോൾ? ഇവന് ബിസിനസ് ചെയ്യാനുള്ള ബുദ്ധി പോലും, അതായത് ഇവനോട് ലല്ലിനോട് നിങ്ങൾ സ്വന്തമായിട്ട് ബാഗിൻ്റെ ബിസിനസ് ചെയ്യുമെന്ന് പറഞ്ഞ് ഇതുവരെ പറഞ്ഞു കൊടുത്ത ആളാണ് ഞാൻ പറയുള്ളൂ. ഇവരാണ് ഇവനെ നഗ്നമായിട്ട് നിർത്തിയേക്കുന്നത് പറയുള്ളൂ. ഇനി ഞാൻ വീഡിയോസ് പ്ലേ ചെയ്യാം. ഇനി ഞാൻ ഫസ്റ്റത്തെ ഒരു വീഡിയോ പ്ലേ ചെയ്യാം. നാജിയുടെ നമ്മൾ നഗ്നമായിട്ട് നിർത്തി എടുത്തെന്ന് പറയുന്ന വീഡിയോ ഉണ്ടല്ലോ, വീഡിയോ പ്ലേ ചെയ്യാം. ഈ ഫോട്ടോ നിങ്ങൾ നോക്കാം, ഇതിലെവിടെയാണ് ഇവരെ നഗ്നമായിട്ട് നിർത്തിയേക്കുന്നത്? ഇവൻ എന്ത് കൂളായിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ എവിടെയെങ്കിലും മേത്ത് മുറിവുണ്ട്, ഇവൻ്റെ ചുണ്ട് മുറിഞ്ഞു, ചെവി മുറിഞ്ഞു, ഇവൻ്റെ കാലിന് വയ്യ എന്ന് പറയുന്ന ഇവനാണ് ഈ നിൽക്കുന്നത്. നിങ്ങൾ ആലോചിച്ചാണ്. ഓക്കെ, ഇനി വീഡിയോ പ്ലേ ചെയ്യാം. ഇനി ശരിക്കും ഡ്രൈവറാണ് എപ്പം മുതൽ? അതായത് ഫെബ്രുവരി 14 കഴിഞ്ഞതിന് ശേഷം മുതൽ ഇതിലെവിടെയെങ്കിലും ഭീഷണിപ്പെടുത്തി കൊങ്ങിക്ക് പിടിച്ച് അവനോട് സംസാരിക്കുന്നുണ്ടോ? നോർമലായിട്ടാണ് സംസാരിക്കുന്നത്. ഫെബ്രുവരി 14 കഴിഞ്ഞിട്ടാണ് ഇവൻ ഡ്രൈവർ എന്നുള്ള ടാഗ് ലൈൻ ഇവന് വന്നതെന്നാണ് ഇവൻ പറയുന്നത്. ഓക്കെ, ഇത് ഇവൻ സ്വന്തം ഇഷ്ടപ്രകാരം പറയുന്നതാണ്. ബാക്കി കേട്ടോ. അതായത് ഈ ഡ്രൈവർ എന്ന് പറയുന്നത് സഫ എൻ്റെ വൈഫ് ഡ്രൈവർ എന്ന് പറയുന്ന ചെക്കൻ ഇവനാണ്. ഇവൻ ഡ്രൈവർ ആയത് എപ്പോഴാ? അന്ന് ഞാൻ ഈ പിടിക്കുന്ന അന്ന് മുതലാണ് നീ അവളെ ഡ്രൈവർ. ഞാൻ ചോദ്യം ചോദിക്കട്ടെ, നീ വണ്ടി ഓടിച്ചായിരുന്നോ? ഡ്രൈവ് ചെയ്തായിരുന്നോ? ഊബർ ഓടിച്ചായിരുന്നോ? വണ്ടിയിൽ? സത്യം പറഞ്ഞ എന്റെ തെളിവുണ്ട്, അതുകൊണ്ട് ചോദിക്കുന്നത്. കള്ളം പറഞ്ഞ ഓടിയിട്ടില്ല. നീ ഊബർ ഓടിയിട്ടേ ഇല്ല. നീ ഊബർ ഓടാനല്ല വണ്ടി എടുത്തു. ഞാൻ ഊബർ ഓടാൻ വേണ്ടിയിട്ടാണ് വണ്ടി എടുത്തത്. പക്ഷെ ഊബർ ഓടിയിട്ടില്ല. ഞാൻ അന്ന് തന്നെ ഇഷ്യൂ വന്നില്ല. വണ്ടി എടുത്ത് തല നമ്മൾ അവിടുന്ന് കണ്ട് മീറ്റ് ചെയ്ത് കുറെ പ്രശ്നങ്ങളുണ്ടായില്ലേ, അന്ന് അതിന്റെ പിറ്റേന്ന് തന്നെ ഞാൻ നാട്ടിൽ പോയതാണ്. നീ ആദ്യം അവനൊന്ന് കള്ളം പറയാൻ. സംഭവം അവിടെ മെഹനാസ് ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ മെഹനാസ് കൊണ്ട് പഴയ ചരിത്രം അറിയാലോ. സംഭവം അവനായതുകൊണ്ട് നമുക്ക് സഹതാപമൊന്നുമില്ല. അല്ലെങ്കിൽ വേറൊരുത്തനാണെന്ന് ഇരിക്കും അവൻ്റെ ഒരു അവസ്ഥ ആലോചിച്ചൊക്കെ. സ്വന്തം ഭാര്യൻ്റെ അവിഹിതം തെളിയിക്കാൻ, അതിലൊരു കുട്ടിയുണ്ട്, ആ കുട്ടീനെ വെച്ചിട്ട് നടക്കണ ആ പെണ്ണിൻ്റെ അവിഹിതം തെളിയിക്കാൻ നടക്കുന്നത് ഭർത്താവിൻ്റെ ഒരു അവസ്ഥ. പിന്നെ മെഹനാസ് ആയതുകൊണ്ട് ഇതിലൊരു തേങ്ങയില്ല. കാരണം അവൻ്റെ എൻ്റെ ആൻറ്റിസിഡൻസ്, അതാണ് അവൻ്റെ ഒരു പഴയ ഒരു ഹിസ്റ്ററി. ഓക്കെ, എൻ്റെ കയ്യിൽ തെളിവുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആശാൻ നൈസായിട്ട് ഊബർ ഓടിച്ചിട്ടില്ലെന്ന് ആശാൻ്റെ വായിന്ന് സത്യം പറഞ്ഞു. പിന്നെ തിരൂര് വെച്ചിട്ട് ഇവർ ഈ പോലീസ് ഇൻസിഡൻറ്റ് കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് തന്നെ നാജി നാട്ടിൽ പോയി. ഇഷ്യൂ ഉണ്ടായി തുടങ്ങി പിറ്റേന്ന് നാജി നാട്ടിൽ പോയെന്ന് നാജി പറഞ്ഞു. ഇതും ഭീഷണിപ്പെടുത്തിയിട്ടായിരിക്കൂലേ? എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കാം. നാജി പറയുമ്പോൾ ഒരു ബുദ്ധിയോട് സംസാരിക്കണം. നാജി ഇങ്ങനെ കിടന്ന് ഒരു കൂട്ടുകാരന് വേണ്ടി ഇങ്ങനെ കള്ളക്കേസൊക്കെ കൊടുത്ത് ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ പിന്നിൽ പോലീസ് അന്വേഷിച്ച് എന്തായാലും സത്യം തെളിയും. അപ്പം മനസ്സിലാക്കിയാൽ മതി. ഇനി ബാക്കി കേട്ടോ നിങ്ങൾ അവൻ പറയുന്നത്. 2 വർഷം രാത്രി ഈ രാത്രി അവിടെ പോയി നിന്നല്ലോ. ഈ സത്യം പറഞ്ഞ രാജി രാത്രി അവിടെ പോയി. ഇപ്പൊ അവനെ നീ റൂമിലാക്കി കൊടുത്തു സഫയുടെ. എന്തിനു ഡ്രോപ്പ് ചെയ്തു സഫയുടെ റൂമില്? സത്യം പറഞ്ഞാൽ നീ പുറത്തേക്കായിരുന്നു. ഇപ്പൊ രാത്രി എന്തിനു പുറത്താക്കി? അവനവിടെ ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞ ഇപ്പൊ രാത്രി, അതായത് ഈ സംഭവം പിടിച്ച ദിവസം രാത്രി വളരെ കൃത്യമായിട്ട് ഇവൻ അവിടെ ആ പെണ്ണിൻ്റെ അടുത്ത് ഒരു കുട്ടിയുള്ളൊരു സ്ത്രീ, ഓൾറെഡി ഒരു ഭർത്താവുണ്ട്. എന്തൊക്കെയാണ് ഇന്റർവ്യൂലൊക്കെ വന്നിരുന്ന് പറഞ്ഞത്? അവൻ ലല്ലുവിനെ റൂമിൽ ഡ്രോപ്പ് ചെയ്ത് അവൻ പുറത്ത് നിന്ന് ഇത് അവൻ തന്നെ വായിന്ന് പറയുന്ന കാര്യമാണ്. ഇത് അവിടെ നിന്ന് നാട്ടുകാർ പൊക്കി. ഇനി നാട്ടുകാർ പൊക്കിയില്ല എന്ന് പറയാൻ പോവാണോ? ഞാൻ തരാം.
ഇങ്ങനൊരു സംഭവം നടന്നില്ല എന്ന് പറയാൻ പോകണോ? നാജിയുടെയും ലല്ലുവിൻ്റെയും കോൾ റെക്കോർഡ് നമുക്കിനി കേൾക്കാം. ഓക്കെ, കേട്ടോ, നിങ്ങൾ സൂക്ഷിച്ച് നിങ്ങൾ കേട്ടോണേ. ഭാരത് ബെൻസിന്റെ മറ്റേ അങ്കമാലി റൂട്ടില്ലേ, അവിടെ ഒരു കഫേലാണ്. ആരുമില്ല അവിടുന്ന്. വണ്ടി ഞാനാണ് വണ്ടി പോണല്ല അവിടെ ഇട്ടേച്ച് ഓടിയതാ. അവിടെ വണ്ടി പോലീസിനെ കണ്ട് വെറുതെ അവിടെ ഫുള്ള് നാട്ടുകാർ ഫുള്ള് ഇളകി കിടക്കുക. ഞാൻ അവിടെ വന്നിട്ട് അവിടെ നിന്ന് ഓടിയിട്ട് ഒരു വണ്ടിക്ക് ലിഫ്റ്റ് അടിച്ച് പോന്നതാ. എന്താ പറയുക, വണ്ടിക്ക് ലിഫ്റ്റ് അടിച്ച് പോകണമെന്നോ? പക്ഷെ കേസിൽ ഇങ്ങനെയല്ലല്ലോ. കേസിൽ തട്ടിക്കൊണ്ട് വണ്ടിയിൽ തട്ടിക്കൊണ്ട് വന്ന് ഇടിവള വെച്ച് ഇതാക്കിയല്ലോ. ഇടിവള വെച്ച് ആ പിടി കിട്ടിയില്ലേ, തട്ടിക്കൊണ്ട് പോയില്ലേ. ഈ കോളിൽ എന്താ പറയുന്ന പോലീസിനെ കണ്ടില്ലേന്ന് ഷിബിലി ചോദിക്കുന്നുണ്ട്. അതായത് ഇവരെ ഫ്ലാറ്റിൽ നിന്ന് പൊക്കി, മനസ്സിലായോ? പോലീസ് അവിടെ എത്തിയപ്പോഴത്തേക്കുമാണ് നാജി ഇറങ്ങി ഓടുന്നത്. നാജി ഇറങ്ങി ഓടുമ്പോഴാണ് മെഹനാസിന്റെ കണ്ണിൽ പെടുന്നത്. അല്ലാണ്ട് ഇവൻ പറയുന്ന പോലെ ഇടിവേള വെച്ച് ഇങ്ങനെ ഒരു സംഭവം മോനെ കഥ പറയുമ്പോൾ ഉണ്ടാക്കി പറയരുത്. ഈ കോൾ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞ സാധനം വെറുതെ വെച്ചേക്കുന്നതല്ല നിൻ്റെ ഒന്നും ഫോണിൽ. നമുക്കിതൊന്നും കിട്ടില്ല എന്ന് ഇവരുടെ വിചാരം. ഞാൻ വേണ്ടാന്ന് വെച്ചിട്ട് വിൽക്കുമ്പോഴത്തേക്കും നാജി ഇത് ചോദിച്ചു വാങ്ങിയതാ, മനസ്സിലായോ? നാജി തന്നെ പറയുന്നുണ്ട് നാജിയുടെ ഫോണും വണ്ടിയും വെച്ചിട്ട് നാജി ഓടിയത്. പക്ഷെ നാജി അങ്ങനെ അല്ലത്തേക്കും ഒരുത്തൻ അവിടെ വെച്ചിട്ട് പറഞ്ഞായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോന്ന്. എനിക്ക് ഈ നാറിയൊക്കെ ഇല്ല, അങ്ങനെ ഉണ്ടോ? ഈ നാറിയൊക്കെ മൊഴി മാറ്റി പറഞ്ഞാലോ എന്നുള്ളതുകൊണ്ട് പഠിച്ചാൽ സഹായിച്ച് ഞാൻ ആ വീഡിയോ എടുത്തു. അത് ഞാനിവിടെ കൊടുക്കാം. യൂട്യൂബിൽ ആരോ പറഞ്ഞ് മീൻസ് 1 മണിക്കൂർ മുന്നേ നിന്നെ ആരോ തല്ലിന്ന്, അങ്ങനെ ഉണ്ടോ? നിന്നെ ആലുവേനെ തല്ല് കിട്ടിയിരുന്നു, നിനക്ക് തല്ല് കിട്ടിയിരുന്നു. ഊബർ ഡ്രൈവറിന് തല്ലിന്ന് പറഞ്ഞ് സഫ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇല്ലല്ലോ, അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടോ? ഇല്ല, സഫ പറയുന്നതായിരിക്കും, എനിക്കറിയില്ല. അടിയൊന്നും ഉണ്ടായിട്ടില്ല. ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നുള്ളൂ, അടി ഉണ്ടായിട്ടില്ല. അടി ഉണ്ടായെന്ന് എങ്ങനെ പറയാം? കാരണം മേത്ത് മുറിവൊന്നും ഇല്ലല്ലോ, പിന്നെ എങ്ങനെ കള്ളം പറയാ ചങ്ങായി? ഈ വീഡിയോ ഞാൻ എടുത്തു വെച്ചത് എന്താന്ന് വെച്ചാൽ ഇവനെങ്ങനെ പോലീസുകാർ ഇപ്പോൾ വെറുതെ കേസെടുക്കില്ലല്ലോ. ഇവന് അടി കിട്ടിയിട്ടുണ്ട്, ഇത് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഇവളറിയാതെ മേനാസ് ടീമൊക്കെ പൊട്ടിച്ചോറില്ല. കാരണം എന്താ വെച്ചാൽ പറയാൻ പറ്റില്ല. മാറ്റി പറഞ്ഞാൽ എനിക്കിതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇനി മുഖം പോലും മറക്കാണ്ട് ഈ വീഡിയോ ഇടുന്നത്. ഇനി ഇവർ തിരൂര് ഒരുമിച്ചാണ് ഇവൻ പറയുന്ന വീഡിയോ കേട്ടോ. തിരൂര് പോയിട്ട് നമ്മളവിടെ റൂം എടുത്ത് നിന്ന് 2 ദിവസം റൂം എടുത്ത് 2 റൂം എടുത്ത്. ഒരു റൂമിൽ ഞാനും ഒരു റൂമിൽ അവർ രണ്ടുപേരും പറഞ്ഞാൽ ആർക്ക്? ഓക്കെ, പോലീസ് ഇത് വ്യക്തമായിട്ട് അന്വേഷിക്കണം. ഈ ചെക്കൻ പറയുന്നുണ്ട് സഭയിലല്ല ഒരുമിച്ചാണ് തിരൂര് 2 ദിവസം നിന്നത്, നാജി വേറെ റൂമിലായിരുന്നെന്ന്. അപ്പോൾ കേസ് എന്തായാലും കള്ളക്കേസ് കൊടുത്തല്ലോ. അപ്പോൾ തിരൂര് പോലീസ് അന്വേഷിക്കുക, ഇവരെവിടെ നിന്നെന്ന് അന്വേഷിക്കുക, ഇവർ എത്ര ദിവസം നിന്നെന്ന് അന്വേഷിക്കുക, ഹോട്ടൽ റിസപ്ഷൻ, ഇതൊക്കെ നിങ്ങൾ വിളിച്ച് അന്വേഷിക്കണം. കേസ് കൊടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ തലയിലാവുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല ലല്ലും സഫയും. എന്തായാലും നിങ്ങൾ പെട്ടു, മനസ്സിലായോ? പ്ലക്കാൻ പോകുമ്പോഴത്തേക്കും നിൽക്കാൻ പഠിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും, മനസ്സിലായോ? ഇനി വേറെ അപ്പോൾ ഇതൊന്നും പുറത്ത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. എത്ര കാലം മോളെ, എത്ര കാലം ഒരു കുട്ടി ഉണ്ടല്ലോ, എനിക്ക് ഉളുപ്പുണ്ടോ? എനിക്ക് ഉളുപ്പുണ്ടോ? ഒരു കുട്ടി ഉണ്ടായിട്ട് അതിനെ വെറുതെ വിടണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കുട്ടിയുള്ളവരുടെ സ്വഭാവം. ഇത് നിങ്ങൾ അറിയണം, ഇതാണ് കുട്ടിയുള്ള ആളുടെ സ്വഭാവം. ഇവരെ വെറുതെ വിടണമെന്ന് പറഞ്ഞാൽ എനിക്കൊരു ദയം ദാക്ഷിണില്ല. ഇപ്പോൾ കുറേ ഷൂട്ട് ചെയ്ത് ഉണ്ടാക്കുന്നുണ്ട്. എവിടെ നിൻ്റെ 14-ാം തീയതിക്ക് മുന്നുള്ള ഷൂട്ടൊക്കെ എവിടെ മോളെ? ഇപ്പം നീ ഷൂട്ട് ഉണ്ടാക്കുന്നുണ്ട്, എനിക്ക് റമദാൻ മാസം ഇല്ല, മറ്റതില്ല മറിച്ചില്ല, സ്വന്തമായിട്ട് ഉപദേശിക്കുന്നുണ്ട്. റമദാൻ മാസമായിട്ട് ഫസിയുടെ തലയിൽ തട്ടമില്ലോന്ന്. റമദാൻ മാസമായിട്ട് നീ എന്താ ചെയ്യുന്നത്? നിന്റെ ഡിവോഴ്സ് പോലും കഴിയാണ്ട് നീ ഒരു അന്യപുരുഷൻ്റെ കൂടെ റീലെടുത്ത് കെട്ടിപ്പിടിച്ച് ഇതാക്കുന്നത്. അതാണ് റമദാൻ മാസത്തിലെ ആൾക്കാർ ചെയ്യുന്ന പുണ്യപ്രവൃത്തി. അതിന് വേറെയാണ് പറയുന്നത്, ഞാൻ എന്തായാലും പറയുന്നില്ല. ഇനി എന്തായാലും ഒന്നുകൂടെ കേട്ടോ. ഓക്കെ, പിറ്റേന്ന് ഒന്നിച്ചു പോയപ്പോ അതിന്റെ തലയിൽ തന്നെ ഞാൻ അങ്ങോട്ട് വന്ന് ഞാൻ നാട്ടിൽ പോയി. എന്തുകൊണ്ടാവില്ല ഈ ഇഷ്യൂല് തലയുടെ എനിക്ക് താല്പര്യമില്ലാന്ന് പറഞ്ഞാൽ പോകും. ഇന്ന് രാവിലെ ഞാൻ ടിക്കറ്റ് കാണിച്ചത്. വേണ്ട അവൻ ടിക്കറ്റ് കാണിച്ചില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേണ്ടെന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ സൗണ്ട് ആയിട്ട് അറിയാം. ബിക്കോസ് അവൻ ഒരുമാതിരി കരയുന്ന സ്റ്റേജിലോട്ട് വന്ന്, മനസ്സിലായോ? കാരണം ലല്ലു ആണ് കുറേ പ്രാവശ്യം വിളിക്കുന്നത്. ലല്ലുവിനെ അവൻ വിളിക്കുന്നുണ്ട്, നീ ഇങ്ങോട്ട് വാ, നീ ഇങ്ങോട്ട് ഒന്ന് സത്യം പറഞ്ഞ് ഇവർ വിടും, നീ ഒന്ന് സത്യം പറ, എന്താന്ന് വെച്ചാൽ ആയിക്കോട്ടെ എന്ന് പറയുമ്പോഴത്തേക്കും ലല്ലു എത്തുന്നില്ല. ലല്ലു അവനെ ഉപേക്ഷിച്ച് ഓടി, ലല്ലു വേറെ സ്ഥലത്തെത്തി, മനസ്സിലായോ? ഇവന് സങ്കടമാകുന്നുണ്ട്, കാരണം ഇവൻ പിടിക്കപ്പെട്ടല്ലോ.
അപ്പം ഇവൻ ടിക്കറ്റ് കാണിച്ചു തരാമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ഇവൻ ഈ വിഷയത്തിൽ തലയിടാൻ താല്പര്യമില്ല, അവൻ്റെ വീട്ടുകാർക്ക് അതാണ് ഇതാണെന്നൊക്കെ ഇവൻ എൻ്റെ അടുത്ത് പേഴ്സണലി പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ വിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവനോട് പറഞ്ഞത്, ഞാൻ ഒരിക്കലും ഈ വീഡിയോ നാജി നീ എനിക്കെതിരെ അല്ലെങ്കിൽ ലല്ലുവിനെ സപ്പോർട്ട് ചെയ്ത് എപ്പോഴെങ്കിലും സംസാരിക്കണം, ഞാൻ ഒരിക്കലും ഈ വീഡിയോ പുറത്തിടൂല എന്ന് ഞാൻ നാജിക്ക് വാക്ക് കൊടുത്തിരുന്നു. പക്ഷേ ആ വാക്കിനായപ്പോൾ തെറ്റിച്ചത് നീ എനിക്കെതിരെ കള്ള കേസിന് കൂട്ടുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ഇടുന്നത്. ഇത് പുറത്ത് വരാണ്ടിരിക്കാൻ കേസ് കൊടുപ്പിച്ചെന്തായാലും അതെനിക്ക് കുഴപ്പമില്ല. ഞാൻ ഈ ചങ്ങാനെ കാണുന്നില്ല. ലല്ലു മുങ്ങി. അപ്പോഴാണ് നാജിക്ക് ഒറിജിനലി സങ്കടം വന്നത്. ഞാൻ പറഞ്ഞു ഓക്കെ, അപ്പോൾ ഇതൊക്കെ തന്നെയാണ് സ്ഥിതി കേട്ടോ. ആക്കിയിട്ടില്ല, ഡിവോഴ്സ് എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയത്തിൽ എന്തിനാണ് ഈ പെണ്ണ് പിന്നെ ഇതിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത്? സ്വാഭാവികമായിട്ട് ഒരുപാട് പേര് ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം, ഞാനും ചിന്തിച്ചിട്ടുണ്ട്. അത് ആ ഒരു സംശയം ഇത് കണ്ടപ്പോൾ മാറി. എനിക്കെന്താ പറയണ അറിയത്തില്ല. എനിക്ക് തലാക്ക് തന്നിട്ടില്ല, എന്നെ ഡിവോഴ്സ് ആക്കിയിട്ടില്ല. ഡിവോഴ്സ് ആക്കാണ്ട് ഞാൻ എങ്ങനെ ഇത് തലേന്ന് ഒഴിവാക്കുക? മനസ്സിലായോ? ആ മൊണ്ണ വന്നിട്ട് ഇവിടെ ഒപ്പിട്ട് എന്നെ ഒഴിവാക്കണം. എന്നെ ഈ ലൂപ്പ് ചെയ്ത് ഒഴിവാക്കണം. എന്നാലേ എനിക്ക് വേറൊരു ജീവിതം കിട്ടുള്ളൂ. ഇപ്പോൾ വിചാരിക്കും വേറെ ജീവിതം കിട്ടാൻ അവൾ മുട്ടി നിൽക്കുമെന്ന്. എനിക്ക് ഇങ്ങനെ ഒരാളുടെ പേരിൽ, ഇങ്ങനെ ഒരാളെ നിക്കാഹ് ചെയ്ത പേരിൽ എനിക്ക് അറിയപ്പെടാൻ താല്പര്യമില്ല. എനിക്ക് ആ ബന്ധം ഒഴിവാക്കണം. മനസ്സിലായോ? ആ ബന്ധം അവൻ ഒഴിവാക്കി തന്നിട്ടില്ല. ആ ബന്ധം ഒഴിവാക്കി തരാത്തടത്തോളം കാലം ഞാൻ എത്രത്തോളം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ ആ രീതിയിൽ ഞാൻ മുന്നോട്ട് പോകും. അത്ര എനിക്ക് പറയാനുള്ളൂ. എന്നെ തൂക്കി കൊല്ലാനൊന്നും പോകുന്നില്ല ഈ കേസ് വന്നുകൊണ്ട്. ഇങ്ങനെ എന്നെ കൊല്ലാനൊന്നും പറ്റത്തില്ലോ. മറ്റേ ഒരാളുടെ വീഡിയോ ഇട്ട് ഷിംജിത വരെ പുറത്തിറങ്ങിയില്ലേ, അതിന് വരെ ജാമ്യം കിട്ടിയില്ലേ. അപ്പോൾ ഇങ്ങനത്തെ ഒരു കേസിൽ ഞാൻ കുടുങ്ങുമെന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ. എനിക്ക് അത്ര പറയാനുള്ളൂ. പോലീസ് എന്തായാലും ഫുൾ അന്വേഷിക്കണം. എവിടെയായിരുന്നു ഈ സംഭവം നടക്കുമ്പോൾ ഞാനവിടെ ഉണ്ടായിരുന്നോ? ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ? കമ്പിപ്പാര വെച്ച് അടി കിട്ടിയിട്ടുണ്ടോ? നഗ്നമായിട്ടുള്ള വീഡിയോ എൻ്റെ ഫോണിലുണ്ടോ? ഭീഷണിപ്പെടുത്തുന്നുണ്ടോ? ഞാൻ തല്ലിയിട്ടുണ്ടോ? നാജി എന്ന് പറയുന്ന ആൾ ഊബർ ഓടിച്ചിട്ടുണ്ടോ? ഊബർ ഡ്രൈവറാണ്. കാരണം ന്യൂസ് ചാനലിൽ അങ്ങനെയല്ലേ പോയേക്കുന്നത്, സഫയുടെ ഊബർ ഡ്രൈവർ. അങ്ങനെ ഒരു ഊബർ ഡ്രൈവർ ഉണ്ടോ എന്ന് അന്വേഷിക്കുക. ഒരു ദിവസമെങ്കിലും ഈ നാറി ഊബർ ഓടിച്ചിട്ടുണ്ടോ എന്ന്. ഊബർ ഓടിച്ചിട്ടുള്ള ഒരു തേങ്ങ. എന്താണ് ഈ സഫേൻ്റെ ഒരു കഥ ആലോചിച്ചൊക്കെ? എല്ലാം കണക്കാണ്, എല്ലാവരും കണക്കാണ്. പക്ഷെ എന്നാലും ഞാൻ പറയാം, ഒരു ചെറിയ കുട്ടിയില്ലേ, ആ കുട്ടീനെ നോക്കി ചീഞ്ഞ കണ്ടന്റ്, വളരെ ചീഞ്ഞ കണ്ടന്റ് ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒരു വിഷയത്തിൻ്റെ അല്ല. ഇത്ര മനുഷ്യനെ അധപ്പതിക്കാൻ പറ്റില്ല എന്ന് തോന്നുക. ഈ വിഷയം അറിയാത്തവർക്ക് വല്ലതും മനസ്സിലായി അവർ ഇത്രയും നേരം കണ്ടിരിക്കേണ്ടതെന്ന് അറിയില്ല. പക്ഷെ എന്നാലും ഇത്രത്തോളം അധപ്പതിച്ചിട്ടുള്ള ഒരു സാധനം ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ, ഇതൊന്നും ഒരു സീരിയലോ സിനിമയല്ല, ജീവിതമാണ്. ഒന്നും പറയാനില്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യൂ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.